ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഈസി കുക്ക് എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. അതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഇതിന്റെ മാക്സിമം ടെമ്പറേച്ചർ ആ ഗ്യാപ്പ് കൂടെ ഒക്കെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം കേടുവരും. ഞാൻ പറഞ്ഞല്ലോ, തിളച്ച് തൂവി ഉള്ളിലേക്ക് പോകരുത്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ആക്കുന്ന സമയത്തും നമ്മളിങ്ങനെ ഭയങ്കര നനഞ്ഞ തുണി വെച്ചിട്ടൊന്നും ക്ലീൻ ആക്കരുത്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നറിയോ, ഇതിന്റെ കളറാണ് കേട്ടോ. ഇനിയിപ്പോ എന്താണെങ്കിലും സംഭവം കറണ്ട് ബില്ല് കുറച്ച് ആവണുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ തന്നെയാണ്. നമ്മൾ സ്റ്റൗവിൽ ആക്കണേക്കാളും പെട്ടെന്ന് ഒന്നും കൂടെ സ്പീഡിൽ ചായ വെള്ളം കറിയൊക്കെ പെട്ടെന്ന് ആക്കാനൊക്കെ നല്ല സുഖമാണ്. അല്ലാതെ വേറെ എവിടെ കൊണ്ടുപോയാലും ഇത് നന്നാക്കാൻ പറ്റില്ല. ഈ പാത്രം തട്ടി നിൽക്കുന്നത് അത്രയും ഭാഗത്ത് മാത്രമേ ഇത് ചൂടാവുള്ളൂ. ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ചാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ നമ്മുടെ മോർണിംഗ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കിച്ചണിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ മുറ്റത്തുള്ള കുളം ഉണ്ടല്ലോ, ആ കുളത്തിൻ്റെ അരികിൽ ഇങ്ങനെ നിറയെ പ്രാവുകൾ വന്നിരിക്കണുണ്ടോ. ആ കുളത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പറന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരും അടുത്തൊന്നും ഇല്ല എന്ന് കാണുമ്പോഴാണ് ഇവരിങ്ങനെ ധൈര്യത്തിൽ വന്ന് ഇവിടെ ഇരിക്കുള്ളൂ കേട്ടോ. രാവിലെ കുറേ എണ്ണം വരും, ഒരു 5-6 എണ്ണം ഉണ്ടാവും ഡെയിലി രാവിലെ വരും. എന്നിട്ടിങ്ങനെ ആ കുളത്തിലെ വെള്ളം കുടിക്കലും കുളിക്കലും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് പതുക്കെ പോയി നോക്കാം. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, കണ്ടോ, ആളനക്കം കണ്ടപ്പോഴേക്കും എല്ലാം കൂടെ പറന്നു പോയില്ലേ. അതുകൊണ്ട് ഞാൻ ഇവർ പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങലില്ല കേട്ടോ. കാരണം അവർ സൗകര്യമായിട്ട് അങ്ങനെ കുളിച്ച് നനച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങലില്ലേ. ഇപ്പോൾ ഇത്രയും വെള്ളം ഇതിനകത്തുള്ളൂ. നമ്മൾ ഈ വെള്ളം ഈ സമയത്ത് കുടിക്കാൻ എടുക്കലില്ല കേട്ടോ. നമ്മൾ കുഴൽക്കിണറ്റിലെ വെള്ളമാണ് ഈ ഒരു ചൂടുകാലത്ത് എടുക്കൽ. കാരണം ചെറിയ ഉറവയാണ് ഉണ്ടാവുക, കുറച്ച് വെള്ളമാണ് ഉണ്ടാവുക. ആ വെള്ളം ഇങ്ങനെ കിളികളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. നമ്മൾ കുടിക്കാൻ വേണ്ടി എടുക്കലില്ല. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോമ്പിന് എന്താ വീഡിയോ ചെയ്യാറ്. നോമ്പിന് വീഡിയോ ചെയ്യില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഏതൊരു സംഗതി ഞാൻ തുടങ്ങിയിട്ട് നിർത്തി വെച്ചാലും എനിക്കുള്ളതാണ് കേട്ടോ. അത് എന്താ പറയുക, നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് തുടങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, എങ്ങനെ വീഡിയോ എടുക്കണം, എന്ത് വീഡിയോ എടുക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷന്. ഈ ടോപ്പിക്ക് പോലും എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടണില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് 1-2 ഷോർട്സ് ഇട്ടു എന്നല്ലാണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ തുടങ്ങുകയാണ്. ഞാൻ സംസാരിക്കണതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ കറക്റ്റ് ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ എന്താ പറയുക, ബാബു കൃഷി ചെയ്തിട്ടുള്ള ചീരയൊക്കെ വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ചീര എടുത്തിട്ട് ഇന്ന് ഇൻഡക്ഷൻ കുക്കർ ഉദ്ഘാടനം ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ലാസ്റ്റ് കുറ്റിയാണ് കേട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വിഷയം കാരണം എന്താ പറയുക, നമ്മളെ ഗ്യാസൊന്നും ശരിക്കും കിട്ടണില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് കുറ്റിയായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞാൽ അടുത്ത ബുക്കിംഗ് തൊട്ട് കിട്ടണമില്ല. അങ്ങനെ ആയിട്ട് അത് ഞാൻ വീട്ടിൽ ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മാനോട് പറഞ്ഞപ്പോഴേക്കും അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഇപ്പോൾ ഓർഡർ ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഈസി കുക്ക് എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഓൾറെഡി ഇത് കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഉപയോഗിക്കാൻ. ഞാൻ അവളോട്, എൻ്റെ നാത്തൂനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്, സുഖം ഉണ്ടോയെന്നൊക്കെ. അവൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവൾക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനിവിടെ നമ്മുടെ ചീര താളിക്കാനുള്ള ചെറുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇലയും നല്ല അരിഞ്ഞ് ചെറുതാക്കി കുനുകുന അരിഞ്ഞ് ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പ്ലാനിങ് ആകെ തെറ്റി. മോൾക്ക് ഒരു വൈറ്റമിൻ B12 ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പോകണം. അപ്പോൾ അതിനു വേണ്ടി പോകാൻ വേണ്ടി അവരിങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. ഈ ഇല താളിച്ച് ചോറ് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എന്നോട് പെട്ടെന്ന് ആക്കാൻ പറഞ്ഞപ്പം ഞാൻ ആ ബോക്സിൽ നിന്ന് വേഗം അത് പുറത്തെടുത്തിട്ട് ബോക്സ് ഇതേപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പേപ്പറും അതിൻ്റെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഈ ഇല താളിച്ചതിൻ്റെ ശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇല തളിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ബട്ടൺ അമർത്തി എന്താ പറയുക, ഇതിലെന്തൊക്കെയോ കുറേ ബട്ടൺസൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ശരിക്കും അതിൻ്റെ മാനുവൽ വായിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഞാനതൊന്നും വായിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇംപെക്സിൻ്റെ വേറൊരു ഇൻഡക്ഷൻ കുക്കറും കൂടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ തറവാട്ടിലാണുള്ളത്. അവിടെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ എന്താ പറയുക,
അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ട്. ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. പാത്രങ്ങൾ നമ്മൾ സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുക, എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുക. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഇതിൻ്റെ അടിയിലൊരു സ്റ്റീലിൻ്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്കിത് ഇതിൽ പോവും. ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എവിടെ വരെ പോകും നമ്മൾ നോക്കുക കേട്ടോ. ഞാനിങ്ങനെ നെക്കി നോക്കുമ്പോൾ ഈ 2000 വരെയൊക്കെ പോകുന്നുണ്ട്. മറ്റേത് 1300 വരെയാണ് ഇംപെക്സിൻ്റെ. എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് 1300 വരെയാണ്. ഇതിൽ മിനിമം കാണിക്കുന്നത് 100 ആണ്, പക്ഷെ അതിനകത്ത് 200 ആണ് കേട്ടോ മിനിമം ഉള്ളത്. അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. നമ്മളിങ്ങനെ സ്റ്റൗവിൽ ഉണ്ടാക്കുമ്പോൾ സിമ്മാക്കും, മീഡിയം ആക്കും, ഹൈ ആക്കും ഒക്കെ ചെയ്യില്ല, അതുപോലെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എന്താ പറയുക ഒരു 900 ഇട്ടിട്ട്, ഞാൻ ഇടയ്ക്ക് കൂട്ടണം കുറക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ആ 900 ഇട്ടിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഉള്ളി ഒന്ന് മുരിച്ചെടുക്കുകയാണ്. നമ്മളിതിൽ എൻ്റെ കയ്യിലുള്ള കുക്കറൊക്കെ സ്റ്റീലിൻ്റെയാണ്, അപ്പോൾ എല്ലാ കുക്കറും ഇതിൽ പോകും കേട്ടോ. കുക്കറൊക്കെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് വിസിലടിച്ച് തുളുമ്പി ഇതിലേക്ക് ആവാണ്ടൊക്കെ നോക്കുക. കാരണം ഇതിന്മേൽ ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പ് കൂടെ ഒക്കെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം കേട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഈസി കുക്ക് ബ്രാൻഡിൻ്റെ ഇതിപ്പോൾ വാങ്ങിച്ചു തരാൻ കാരണം ഇതിനകത്ത് മറ്റേതിൻ്റെ അത്ര കറണ്ട് ചിലവാകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. ഇതിന് കറണ്ട് ബില്ല് കുറച്ചാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബില്ല് വരുമ്പോൾ ഞാൻ പറയാം എങ്ങനെയുണ്ട്, പണി കിട്ടിയോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇംപെക്സിൻ്റെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം എന്താ പറയുക, ഇതിൽ ഉപയോഗിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ തിളച്ച് തൂവി ഉള്ളിലേക്ക് പോകരുത്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ആക്കുന്ന സമയത്തും നമ്മളിങ്ങനെ ഭയങ്കര നനഞ്ഞ തുണി വെച്ചിട്ടൊന്നും ക്ലീൻ ആക്കരുത്. ഇത് ഓഫാക്കിയതിൻ്റെ ശേഷം നമ്മൾ നനഞ്ഞ് പിഴിഞ്ഞ തുണി ഉണ്ടല്ലോ, നല്ല പിഴിഞ്ഞെടുത്ത തുണി, ആ തുണി വെച്ചിട്ട് നമുക്ക് തുടക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്താ പറയുക പേസ്റ്റ് തേച്ചിട്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പല്ല് തേക്കണേ, ആ പേസ്റ്റ് ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരുതി കൊടുത്തിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാനൊന്നും നിൽക്കരുത്. എന്താ പറയുക, ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിനകത്ത് ഇത് കൊള്ളുമോ എന്നറിയില്ല. ചീര ഒരു ടീം അവിടെ വെയിറ്റ് ചെയ്ത്, അവർ രണ്ടാളും മോളും ഹസ്ബൻഡും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് ആകെപ്പാടെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. വേഗാക്കെന്ന് പറഞ്ഞിട്ട് ഞാനിത് വീഡിയോ എടുക്കും വേണം, മോൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിക്കണത് ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഒതുങ്ങുമല്ലോ, പിന്നെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കുറയുമല്ലോ, അപ്പോൾ ശരിയായിക്കോളും. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ കളറാണ് കേട്ടോ. ഇത് വൈറ്റ് ആൻഡ് റെഡ് കളർ, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടോപ്പ് ഉണ്ടല്ലോ അത് വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറ പിടിക്കും. അത് കറ പിടിച്ചത് വേഗം മനസ്സിലാവും എന്ന് തോന്നുന്നു. കാരണം ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ അവർ കുറച്ചായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ ഈ കുക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരു വേറെ കളറാണ്. അവർ ക്ലീൻ ആക്കിയിട്ടും ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ആ കളർ മാറ്റം കളയാൻ പറ്റൂല. ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ബ്ലാക്കിന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ക്ലീൻ ആക്കിയാൽ അങ്ങനെ എന്താ പറയുക, അതിമേനി കുറച്ചൊക്കെ കറ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒന്നും കൂടി കിച്ചണിലൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ ഒരു വൃത്തിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനാണെങ്കിൽ വേറൊരു കളർ ഓപ്ഷൻ ഒന്നുമില്ല, ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈസി കുക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കളർ വേറെ വേണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയട്ടോ എങ്ങനെയുണ്ട്, ഇതിലകത്ത് കറ പിടിക്കുന്നുണ്ടോ, കാണാൻ വൃത്തികേടുണ്ടോ എന്നൊക്കെ. ഇനിയിപ്പോൾ എന്താണെങ്കിലും സംഭവം കറണ്ട് ബില്ല് കുറച്ച് ആവണുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ തന്നെയാണ്. കാരണം ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ ഇപ്പോൾ മറ്റേത് ഉപയോഗിക്കലുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ആവും കേട്ടോ. നമ്മൾ സ്റ്റൗവിലാക്കണേക്കാളും പെട്ടെന്ന് ഒന്നും കൂടെ സ്പീഡിൽ ചായ വെള്ളം കറിയൊക്കെ പെട്ടെന്ന് ആക്കാനൊക്കെ നല്ല സുഖമാണ്. നമ്മൾ സാധാരണ മിക്കവാറും വീട്ടിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിലും അത് എന്താ പറയുക, നമ്മൾ ആകെ യൂസ് ചെയ്യുക വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഒരു ബാക്കി കുക്കിംഗ് എല്ലാം നമ്മൾ സ്റ്റൗവിൽ ചെയ്യും. പക്ഷേ ഇത് ബാക്കി കുക്കിംഗ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പൊരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കാൻ, കറി ഉണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ. പിന്നെ കുക്കർ വിസിലടിച്ചിട്ടുള്ള കറികളൊന്നും ഞാൻ ഇൻഡക്ഷൻ കുക്കറും ഉണ്ടാക്കലില്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞിട്ടില്ലേ, എന്താ പറയുക, ഞാൻ എങ്ങനെ ഇനി സ്പൂൺ ഇട്ടാലും എന്തിട്ടാലും കുക്കർ വിസിലടിക്കുമ്പം അതിൻ്റെ മേൽ കൂടെ കുറച്ച് തിളച്ച് ചിന്തി പോകും. അപ്പോൾ അത് സ്റ്റൗമ്മലാകുമ്പോൾ വലിയ റിസ്ക് ഇല്ല. പക്ഷേ ഇത് ഇൻഡക്ഷൻ കുക്കർമേലാകുമ്പോൾ അത് തിളച്ച് ചിന്തി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈസി കുക്കിൻ്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പലരും പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈസി കുക്കിൻ്റെ തന്നെ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം ഇത് നന്നാക്കണമെങ്കിൽ. അല്ലാതെ വേറെ എവിടെ കൊണ്ടുപോയാലും ഇത് നന്നാക്കാൻ പറ്റില്ല. ഇതിൻ്റെ തന്നെ സർവീസ് സെൻറ്ററിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമില്ല, അവിടേക്ക് നമ്മൾ കൊണ്ടുപോകണം, എന്നിട്ട് നന്നാക്കണം.
അങ്ങനെ മാത്രമേ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഇതിനുണ്ട്. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാഭമാണെന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ തൊട്ട് നോക്കിയാലും ഇതിന് ചൂടുണ്ടാവില്ല, ഇവിടെ ഒന്നും ചൂടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളൊരു വട്ടം കാണില്ലേ, ആ വട്ടത്തിനകത്താണ് ശരിക്കും ചൂടാവുന്ന സ്ഥലം. പക്ഷെ അതിൻ്റെ അകത്തും നമ്മൾ എത്ര ഭാഗത്താണ് ഈ പാത്രം തട്ടി നിൽക്കുന്നത് അത്രയും ഭാഗത്ത് മാത്രമേ ഇത് ചൂടാവുള്ളൂ. ആ പാത്രം ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഇത് ചൂടാവുള്ളൂ. അതിൻ്റെ ചുറ്റുള്ള ബാക്കി ഭാഗത്തൊന്നും അങ്ങനെ ചൂടുണ്ടാവില്ല, നമുക്ക് തൊട്ടാലൊന്നും പൊള്ളൊന്നുമില്ല കേട്ടോ. പാത്രം വെച്ചെടുത്ത് മാത്രം ചൂടുണ്ടാവും. അതുപോലെ തന്നെ ഇത് പാത്രം ചൂടായിട്ട് ഇപ്പം നമ്മൾ സ്റ്റൗവിൽ കുക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യം പാത്രം ചൂടാവും, ആ തീ കത്തുമ്പോൾ ആദ്യം പാത്രം ചൂടാവും, എന്നിട്ട് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഫുഡ് ചൂടായിട്ട് അങ്ങനെയാണല്ലോ കുക്ക് ആവുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല വരുന്നത്. ഇത് ഡയറക്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതിൽ വെച്ചിട്ടുള്ള ഫുഡാണ് ചൂടാവുക. ആ ഫുഡ് ചൂടായിട്ട് അതിൽ എന്താ പറയുക അങ്ങനെ കുക്കായി ആ ഫുഡിൻ്റെ ചൂടാണ് പിന്നെ ഈ പാത്രത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ പാത്രം വലിയ ചൂടുണ്ടാവില്ല. ലാസ്റ്റ് ഇപ്പോൾ കുറേ നേരം ലോങ് ടൈം കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റിക്ക് ചൂടായിട്ട് പാത്രം ചൂടാവും എന്നല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കപ്പിലിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കപ്പിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇമ്പെക്സിൻ്റെ അതേപോലെയൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മീൻസ് തുണി കൂട്ടി പിടിക്കാണ്ട് തന്നെ ആ കൈകൊണ്ട് തന്നെ നമുക്ക് ആ കപ്പ് പിടിച്ചിട്ട് എന്താ പറയുക ചായയൊക്കെ എടുക്കാനൊക്കെ പറ്റൂട്ടോ അതിൽ നിന്ന്. കാരണം പാത്രത്തിന് അത്ര ചൂടുണ്ടാവില്ല. ഫുഡ് നല്ല ചൂടായിരിക്കും, അതിനകത്ത് ഇരിക്കുന്ന ചായയോ ഫുഡോ കറിയോ എന്താണെന്ന് വെച്ചാൽ അത് നല്ല ചൂടായിരിക്കും. പക്ഷെ പാത്രം നമ്മൾ സ്റ്റൗവിൽ വെക്കണതിൻ്റെ അത്ര ചൂടായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഫുഡിലേക്ക് ആദ്യം തന്നെ ചൂട് എത്തുന്നതുകൊണ്ട് എന്താ പറയുക അങ്ങനെയുള്ള ഇന്ധന ലാഭം ഒക്കെയാണ് ഇവർ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ലാഭമാണെന്ന് പറയുന്നത്. പിന്നെ അത് എത്ര ഭാഗത്താണ് പാത്രം തട്ടിയത് അത്രയും ഭാഗത്ത് മാത്രമേ ആ കറണ്ട് യൂസ് ചെയ്യണുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്നും തൊട്ടിട്ട് എനിക്ക് പൊള്ളണില്ല. ഈ നടുക്ക് പാത്രം വെച്ച ഭാഗത്ത് മാത്രമാണ് കുറച്ച് ചൂടുള്ളത്. ബാക്കി ഭാഗത്തൊന്നും അങ്ങനെ നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന ചൂടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ആയിട്ടൊന്നുമില്ല. ഇനി ഇത് കാണുന്നവരാരെങ്കിലും ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്ത് നല്ല പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ, എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം എനിക്കിത് യൂസ് ചെയ്ത് വലിയ പരിചയമില്ല, മറ്റേ ബ്രാൻഡാണ് എനിക്ക് അറിയുള്ളൂ. ഇനി ഇതിൻ്റെ എന്താ പറയുക മാനുവലൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഇതിൻ്റെ ഓരോരോ ബട്ടണും എന്തിനു വേണ്ടിയുള്ളതാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. ഇതിൽ ടെമ്പറേച്ചർ കൺട്രോളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടൈമറൊക്കെ ഇമ്പെക്സിൻ്റെ അത് ഞാൻ കണ്ടിട്ടില്ല. ടെമ്പറേച്ചർ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ ടൈമറും ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സൗകര്യം കൂടി ഞാൻ കണ്ടു. അപ്പോൾ ഭക്ഷണം അയച്ച് പോവാൻ തിരക്കുള്ളവരൊക്കെ പോയി. ഇനി നമുക്ക് സൗകര്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ ബോക്സിനകത്ത് എന്തൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ഇതിൻ്റെ മാനുവലൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അതേപോലെ ഈ കുക്കറും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ ഇന്നലെ അച്ചാറിട്ട് വെച്ചതാണിത്. അച്ചാറല്ല, സുർക്കയിലിട്ട് വെച്ചതാണ്, ഉപ്പിലിടൂലേ അത്. ബീട്രൂട്ടും പച്ചമാങ്ങയും കൂടെ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇന്നലെ ഇത് ഫുൾ ബോട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഉച്ചയായപ്പോഴേക്കും ഇത് ഹാഫായി. അതാണ് ഈ വീട്ടിൽ അച്ചാറിടാത്തതിൻ്റെ കാരണം. അച്ചാറോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് വരെ ഊറ്റി കുടിക്കും സെക്കൻഡുകൾക്കുള്ളിൽ. അപ്പോൾ അതത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടലില്ല. പിന്നെ ടി വിയുടെ അവസ്ഥ ഇതാണ്. ടി വി മോന് കാണാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, ഇതുപോലെ ഗെയിമൊക്കെയാണ് കാണാൻ, നമുക്ക് ഒരു അന്തവും കുന്തവും ഒരു സാധനവും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാരണ്ടി പേപ്പറാണ് ആദ്യം തന്നെ ഞാൻ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ ഇതിൻ്റെ അകത്തൊരു മാനുവൽ തന്നിട്ടുണ്ട്. അതായത് ഇതെങ്ങനെ ശരിക്കും ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് പാത്രങ്ങൾ ഇതിൽ യൂസ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ ഇത് നമ്മൾ കറണ്ട് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ടൈമർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഓരോരോ റെസിപ്പീസ്, അതായത് ചോറുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, കറി ഉണ്ടാക്കുമ്പോൾ ഏത് ബട്ടൺ യൂസ് ചെയ്യണം, പിന്നെ അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഏത് ബട്ടൺ യൂസ് ചെയ്യണം എന്നൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഉള്ള ഒരു മാനുവലാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ അതൊക്കെ എല്ലാതും മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനും എല്ലാവർക്കും ഈസിയാണ് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ചിലതൊക്കെ ഇപ്പോൾ
നമ്മൾ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് പറയണില്ല, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ആർക്കെങ്കിലുമൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിത് ശരിക്കും വായിച്ച് മനസ്സിലാക്കി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 4990 രൂപയാണ് കേട്ടോ. അതായത് 5000 രൂപ എന്ന് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് പറയാം. നമ്മൾ രാവിലെ വിളിച്ച് ഇവരെ നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സാധനം നമ്മൾ വീട്ടിലെത്തും. ഈ ഇൻഡക്ഷൻ കുക്കർ എത്തും, അതിൻ്റെ കൂടെ ആ കുക്കറും എത്തും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രൈസ് കൂപ്പൺ എന്തോ വരുന്നുണ്ട്, കാറ് പ്രൈസായി കിട്ടുന്നത്. അങ്ങനത്തെ സംഗതികളൊന്നും ഞാൻ എന്തിൻ്റെ കൂടെ കിട്ടിയാലും ഞാനത് മൈൻഡാക്കാറില്ല, കാരണം ഞാൻ അത്ര ഭാഗ്യമുള്ള ടൈപ്പ് അല്ല. എനിക്കത് അടിക്കൂല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പിന്നെ അങ്ങനത്തെ സംഗതികളോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ടിക്കറ്റുകൾ നോക്കിയിരിക്കുക, അതൊന്നും ചെയ്യില്ല. അതൊക്കെ കമ്പനിക്ക് അടിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ പെടുന്ന സാധനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള കുക്കറും കൂടി നമ്മൾ നോക്കാം കേട്ടോ. ഈ ഒരു കുക്കർ അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ പുറത്ത് മാമി എന്ന് എഴുതി വെച്ചത് കണ്ടോ. ഇതിൻ്റെ അനിയൻ്റെ മക്കൾ ഇത് മാമിക്കുള്ള ഗിഫ്റ്റാണ്, ഇപ്പം വാങ്ങിയതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാമി എന്ന് എഴുതി വെച്ചതാണ്. പിന്നെ ഈ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു കുക്കർ, വലിയ സൈസൊന്നും ഇല്ല, സാധാരണ ഒരു കുക്കറാണുള്ളത്. ആ കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഈസി കുക്കിൻ്റെ അതേ ബ്രാൻഡിൻ്റെ കുക്കർ തന്നെയാണ്. ആക്ച്വലി ഇതിന്മേൽ സ്റ്റീലിൻ്റെ കുക്കറാണ് വർക്കാവുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും ഇതിന്മേൽ വർക്കാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ അവർ തന്നിട്ടുള്ളത് സ്റ്റീലിൻ്റെ അല്ല, അലൂമിനിയത്തിൻ്റെ കുക്കറാണ് തന്നിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ കുക്കറാണെങ്കിലും അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത നോൺ സ്റ്റിക്കിൻ്റെ പാനും അടിയിലൊരു സ്റ്റീലിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടില്ലേ, അതുപോലെ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ് ഇതിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പച്ച സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ട് ക്ലീൻ ഇൻസൈഡ് ഓഫ് യുവർ കുക്കർ വിത്ത് ലെമൺ ബിഫോർ ഫസ്റ്റ് യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം ഈ കുക്കർ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് നാരങ്ങ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ആക്കണം എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മടിക്കാതെ അറിയിക്കണം. പിന്നെ ഈ ഒരു പ്രൈസിന് ഈ ഒരു സംഭവം വേർത്ത് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്മേൽ ശരിക്കും MRP ഇട്ടിട്ടുള്ളത് 6000 രൂപയാണ് കേട്ടോ, 5990 രൂപയാണ്. പക്ഷെ നമുക്കിത് കിട്ടുന്നത് 5000 രൂപക്കാണ്. ഈ ഒരു പൈസക്ക് ഇത് വേർത്ത് ആണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ദാനം കിട്ടിയ കുതിരയുടെ പല്ലെണ്ണി നോക്കാൻ പാടില്ല എന്നാണല്ലോ, അതുകൊണ്ട് ഇതിനക്ക് വെറുതെ കിട്ടിയതാണല്ലോ, ഉപ്പ മേടിച്ചതെന്നാണല്ലോ ഗിഫ്റ്റായിട്ട്. അതുകൊണ്ട് പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.